ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു ഷൂ വാങ്ങാൻ പോയാലോ? നമ്മളിന്ന് ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ബസ് കയറി അരമണിക്കൂർ ബസ്സിലിരിക്കണം. ഇവിടെയാണ് ബസ്സിലെന്നൊക്കെ പറഞ്ഞപ്പോൾ എ സി ഉണ്ട്. സമ്മറിൽ ഇവർ എ സി ഇടും, വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഹീറ്റിങ് കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോർമലി എപ്പോഴും ഞങ്ങൾ ട്രെയിനിലല്ലേ ട്രാവൽ ചെയ്യുന്നത്. പിന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബസ് ഓപ്റ്റ് ചെയ്തത്. മാത്രമല്ല ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. സോ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നങ്ങനെ റോഡിൽ അത്ര റഷൊന്നുമില്ല. ഇതൊരു ബസ് സ്റ്റേഷനാണ്. ഈ കിടക്കുന്നതാണ് നമ്മൾ വന്ന ബസ്. ഇനി അടുത്ത ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. നാട്ടിലെ പോലെയല്ല, ബസ് സ്റ്റേഷൻ ഇവിടെ കുറച്ചുകൂടി സിമ്പിളാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ ബസ് നിർത്തുന്നത്. അവിടെ ഓൾറെഡി ആളുകളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ബസ് കയറി. ഇവിടുന്ന് 2 ബസ് കയറിയിട്ട് വേണം നമുക്ക് ഓറ്റൂലെത്താൻ. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊരു യാത്രയുണ്ട്. ഒരു 15 സ്റ്റോപ്പുകളുണ്ട്. ഞങ്ങൾ ഈ ഡബിൾ ഡെക്കറിൽ ടോപ്പിൽ കയറിയത് തന്നെ നമുക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. നമുക്കൊരു എന്താ പറയുക, നോർമൽ ബസ്സിൽ കയറുമ്പോൾ അതിന് എയർ കണ്ടീഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത്രയും വ്യൂ കാര്യങ്ങളൊന്നും കിട്ടും. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാനിപ്പോൾ തന്നെ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാ ഇൻഫോർമേഷൻ ഇവിടെ കിട്ടും. നമുക്ക് എവിടെ ഇറങ്ങണ്ടേന്ന്. നമ്മളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ബെക്ടൺ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ബെക്ടണിൻ്റെ വേറൊരു സൈഡാണ്. ഈ വഴി കുറച്ച് പോയിട്ട് വേണം നമ്മുടെ ഒറ്റൂലെത്താൻ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങൾ എന്തിനാണ് ഈ 2 ബസ്സൊക്കെ കയറി ഇവിടെ പോയി ഷൂ എടുക്കുന്നതെന്ന്. ആക്ച്വലി ഓറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ബ്രാൻഡിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സ്റ്റോറുകളുള്ളൊരു മോളാണ്. ആ മോളിൽ ചെന്ന് നമുക്ക് പല ചോയ്സ് ഓഫ് ഷൂസും കാര്യങ്ങളും എല്ലാ വെറൈറ്റീസും എല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ പോകാമെന്ന് തീരുമാനിച്ചത്. ഈ കാണുന്നത് ലണ്ടനിൻ്റെ ഉള്ളിലുള്ള ലണ്ടൻ സിറ്റി എയർപോർട്ടിൻ്റെ ഒരു പോർഷനാണ്. അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ബസ് കുറച്ചേരം സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അനൗൺസ്മെൻറ്റും വന്നു. അതെന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ ചേഞ്ച് ആവുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഡ്രൈവേഴ്സിൻ്റെ ഷിഫ്റ്റ് ടൈം ഏത് മിനിറ്റിലാണ് കഴിയുന്നത്. അതിന് തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലേക്ക് അടുത്ത ഡ്രൈവർ വരും. സോ ആ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിട്ട് ഡ്രൈവേഴ്സ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് പുതിയ ഡ്രൈവറായിരിക്കും പിന്നെ ഈ ബസ് ഓടിക്കുന്നത്. അവിടെ നിർത്തിയിട്ടപ്പോഴാണ് ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങളവിടെ കുറച്ച് ആളുകൾ എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നതും നടക്കുന്നതൊക്കെ കണ്ടില്ലേ? ഇന്ന് സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് അവർ പാർട്ടിക്ക് പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു പ്ലേസ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? തൊട്ടുമുകളിലൂടെ DLR പോകുന്നു, ടോപ്പിലായിട്ട് കേബിൾ കാർ പോകുന്നു. വൺ ഡേ നമുക്ക് കേബിൾ കാറിൽ പോകുന്നൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ബസ് ഒരു ടണലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഇതാണ് സിൽവർ ടൗൺ ടണൽ. ഇത് പാസ് ചെയ്ത് വേണം നമുക്ക് ഓറ്റൂലെത്താൻ. ഇത് അത്യാവശ്യം നല്ല ലോങ് ടണലാണ് കേട്ടോ. ക്രോസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. നോർമലി ഞങ്ങൾ ഇവിടുത്തെ മെട്രോ റെയിൽ വഴിയാണ് എവിടെയാണെങ്കിലും പോവാറ്. ഇപ്പോൾ മെട്രോയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 15 to 20 മിനിറ്റ്സ് മാക്സിമം അത്രയാണ് ടൈം എടുക്കുകയുള്ളൂ. പക്ഷേ ഇത് ഞങ്ങൾക്ക് വ്യൂസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ബസ് ഓപ്റ്റ് ചെയ്തത്. ഇന്ന് ടൈമാണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫുള്ള ദിവസം കാരണം ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഷോപ്പിങ്ങിനാണെങ്കിൽ ജസ്റ്റ് ഒരു ഷൂ ഉള്ളൂ. സോ നമുക്ക് ടൈമിനെ പറ്റി വേറെ കൺസേണോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ബസ് ഓപ്റ്റ് ചെയ്തു.
ഈ കാണുന്നതാണ് O2. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി O2യിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ O2. അങ്ങനെ ലാസ്റ്റ് നമ്മൾ O2യിലെത്തിയിരിക്കുന്നു. ആ കാണുന്നതിൻ്റെ പേര് O2 ക്ലൈംബിംഗ് എന്നാണ്. അത് നമുക്ക് വൺ ഡേ വരാം, അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഡേ വരാം. ഇന്നിപ്പോൾ അതിന് ടൈമില്ല. അത് സേഫ്റ്റി ഹാർനസും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു O2ൻ്റെ ടോപ്പിലേക്ക് നമുക്ക് ക്രോസ് ചെയ്യാം, നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകാൻ പറ്റും. ഇന്നിപ്പോൾ വീക്കെൻഡ് കാരണം നല്ല തിരക്കാണ്, നല്ല റഷാണ് ഇവിടെ. സാധാരണ വീക്ക് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഓ ഗൈസ്, അങ്ങനെ ഞങ്ങൾ O2യിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പോൾ ബാഗ് സ്കാൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് O2ൻ്റെ ഉള്ളിലെത്തി. ഇവിടെ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. സോ ഇനി നമുക്ക് ഷൂ നോക്കാൻ വേണ്ടി പോകാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പോകുന്നു. അവിടെ നമ്മൾ റൈറ്റ് സൈഡ് വേണം കീപ്പ് ചെയ്യാൻ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ സ്കെച്ചേഴ്സിൻ്റെ സ്റ്റോറിൽ പോവാം. എൻ്റെ മൈൻഡിൽ കുറച്ച് ഡിസൈൻസും കുറച്ച് കളേഴ്സും ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെറ്റാവുന്ന ഷൂ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അഫ്സോന് എത്ര വൈറ്റ് ഷൂസ് ഉണ്ട്? വൈറ്റിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ. അങ്ങനെ കുറച്ച് ഡിസൈൻസിലുള്ളതെല്ലാം ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. ബട്ട് എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഷൂ എനിക്ക് കിട്ടിയിട്ടില്ല. സോ എന്നാൽ നമുക്ക് വേറെ സ്റ്റോറിലേക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അടുത്തതായി അഡിഡാസിൻ്റെ സ്റ്റോറിലെത്തി. ഇവിടെയും ഞങ്ങൾ ഓരോന്ന് നോക്കി ഓരോ ഡിസൈൻസിലുള്ള ഷൂസും എല്ലാം ട്രയൽ ചെയ്തു. ഇവിടെ സെയിലും നടക്കുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഷൂ ഇവിടെയും കിട്ടിയില്ല. അങ്ങനെ ഷൂ നോക്കി നടന്ന് ഞങ്ങൾക്ക് നല്ല വിശപ്പായി. സോ അടുത്തണ്ട KFC കയറി ഞങ്ങൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. KFCയിലെ ഹോട്ട് വിങ് അതുപോലെ തന്നെ സിംഗർ ബർഗർ, അത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നൈക്കിയുടെ സ്റ്റോർ എത്തിയപ്പോഴാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയത്. ഒരു സ്റ്റോറിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് ഈ കാണുന്നത്. നിങ്ങൾ റിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഒരു ഷൂ കിട്ടാൻ വേണ്ടി തപ്പി നടക്കുകയാണ്. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. ഞാനും അതുപോലെ തന്നെ തപ്പുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് മാറി നോക്കി ലാസ്റ്റ് ഒരു ഷൂ കിട്ടി. എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തിട്ട് വന്ന പോലത്തെ കറക്റ്റ് ഒരു ഷൂ. സോ അത് ട്രയൽ ചെയ്തപ്പോൾ നല്ല കംഫർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ എന്നാൽ നമുക്കത് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ഷൂ പർച്ചേസ് ചെയ്തു ഗൈസ്. നമ്മുടെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.